ഹലോ, കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരുപാട് സ്കെച്ച് പെന്നുകളൊക്കെ മഷി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളി ക്രാഫ്റ്റുകൾ ചെയ്തെടുക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ക്രാഫ്റ്റ് ആട്ടോ ഞാൻ അന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിത് അവിടെ മഷി തീർന്നിട്ടുള്ള ഒരു സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശത്ത് ആ ഒരു മൂടി അഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഇങ്ങനെയുള്ള ഈ സ്പോഞ്ച് പോലത്തെ ഒരു സംഭവമാട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു കത്രിക എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഞ്ഞി മുഴുവനായിട്ടൊന്ന് വലിച്ച് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു നൂൽക്കമ്പിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നേരത്തെ എടുത്തിട്ടുള്ള ആ സ്പോഞ്ചിൻ്റെ നടുവിലോട്ട് ആ നൂൽക്കമ്പി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ഒരു സ്പോഞ്ച് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ആ ഒരു നൂൽക്കമ്പി കുറച്ചും കൂടെ ഒന്ന് ഉയരത്തിൽ വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. കുറച്ച് മഷി ഉണ്ടായിരുന്ന വയലറ്റ് സ്കെച്ച് പെന്ന് വെച്ചിട്ടാട്ടോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കയ്യിൽ നിറയെ ഇങ്ങനെ മഷിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ മുഴുവനായിട്ട് ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ഭാഗത്തെയും സ്പോഞ്ച് ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വട്ടത്തിൽ വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന അതേപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുഴുവനായിട്ടൊന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കത്രിക വെച്ചിട്ട് ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലത്തെ ആ വയലറ്റ് കളർ ഈ ഒരു മഞ്ഞയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇച്ചിരി ഒന്ന് ഡാർക്കായിട്ടുള്ള മാതിരി തോന്നുന്നത്. അപ്പോൾ ആദ്യം ലൈറ്റ് കളറുകൾ ചെയ്തതിന് ശേഷം ഡാർക്ക് കളർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്താ അവിടെ മുഴുവനായിട്ട് അങ്ങ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്ക് കുറച്ച് പശ തേച്ചതിന് ശേഷം നമുക്ക് ഒരു മുത്ത് വെച്ച് പിടിപ്പിക്കാം. ഇഷ്ടമുള്ള കളർ മുത്ത് വെച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 3-4 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കളർ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ തണ്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ ടേപ്പാട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പച്ച കവറില്ലേ അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കമ്പിയിലോട്ടൊന്ന് ചുറ്റി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഗ്രീൻ ടേപ്പിൽ തന്നെ ചെറുതായിട്ടൊരു പശ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ പശയൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. വേണമെങ്കിൽ തലപ്പത്തും അറ്റത്തും നിങ്ങൾക്ക് കുറച്ചൊരു ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പൂക്കളും കൂടി ഇങ്ങനെ വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കാം. നൂൽക്കമ്പി വെച്ചിട്ട് തണ്ട് സെറ്റാക്കി എടുത്തോടെ തന്നെ എല്ലാ പൂക്കളും കൂടി വെക്കുന്ന സമയത്ത് നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിച്ചു വെക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.